വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മളെല്ലാവരും കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഒരു സംഭവമുണ്ട്, രണ്ട് തോണിയിലും കാലിടരുത്. എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുന്നത് കൊണ്ടാവണം ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഒന്നിലധികം തോണികളിൽ കാലിട്ട് ശീലിച്ച ഒരാളാണ്. അങ്ങനെയാണ് എന്റെ പരിചയം. അപ്പോ കലാലയ രത്ന പുരസ്കാരത്തിന് ഒന്നിലധികം മേഖലകളില് പ്രവർത്തന പാരമ്പര്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം എന്റെ ദേവഗിരി കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ബോബി സാറും അതുപോലെ തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഷൈനി മാമും 3 മാസം മുൻപ് തന്നെ ഈ ഒരു പുരസ്കാരത്തിനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചത്. എന്നെ കുറിച്ച് ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ 3ാമത്തെ വയസ്സിലാണ് ക്ലാസിക്കൽ ഡാൻസും ക്ലാസിക്കൽ മ്യൂസിക്കും ഒക്കെ പഠിച്ചു തുടങ്ങുന്നത്. ആ പ്രായത്തിൽ തന്നെ വേദികളിൽ കയറുന്നുണ്ടായിരുന്നു ഡാൻസിനും പാട്ടിനൊക്കെ വേണ്ടിയിട്ട്. 7ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു കവിതാ സമാഹാരം, ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. അതിന് 8ാമത്തെ വയസ്സായപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MT വാസുദേവൻ സാറിന്റെ കയ്യിൽ നിന്ന് സാഹിത്യത്തിനുള്ള ഒരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആ പ്രായത്തിൽ തന്നെയാണ് ഞാൻ ഈ ഡബിങ്ങും അതുപോലെ തന്നെ TV ഷോ ആങ്കറിങ്ങും മോഡലിംഗ് അങ്ങനത്തെ രംഗങ്ങളിലേക്കൊക്കെ വരുന്നത്. ഒരു 13 വയസ്സായപ്പോൾ ഓട്ടംതുള്ളലൊക്കെ പഠിച്ചു. പിന്നീട് +1 ഒക്കെ എത്തിയപ്പം ഈ സാമൂഹ്യ സേവന രംഗങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പുറത്തുമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ തുടങ്ങി സയൻസ് സബ്ജക്ട്സിൽ. അപ്പോ ഈ ഒരു പുരസ്കാരം നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കോളേജ് വിദ്യാർത്ഥിക്കുള്ള കലാലയ രത്ന പുരസ്കാരത്തിലേക്കുള്ള എന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ഒരു യാത്രയായിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ ഒരു പ്രയത്നവും കാത്തിരിപ്പുമായിരുന്നു. ഒരുപാട് കാര്യങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചതും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നൊരു ആ ഒരു തലത്തിലേക്ക് എന്നെ എത്രയോ വയസ്സ് മുൻപ് തന്നെ എത്തിച്ചതും ഏതൊരു പ്രശ്നത്തെയും വളരെ സധൈര്യം നേരിടാനായിട്ട് എന്നെ പഠിപ്പിച്ചതും ഇവിടെ മുന്നിലിരിക്കുന്ന എന്റെ അമ്മയും അമ്മൂമ്മയാണ്. നിങ്ങൾക്ക് ഒരു 7 വയസ്സായ കുട്ടിക്ക് കവിതകൾ രചിക്കാനും അതുപോലെ തന്നെ 8ാമത്തെ വയസ്സിൽ ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന സംഭവമല്ല. അപ്പോ അതിന് ഇന്നേ വരെ ഇനി അങ്ങോട്ടും ഇതുവരെയും ഇന്നും പോലും എന്നും കൂടെ നിന്നിട്ടുള്ളതും മുന്നോട്ട് നമുക്ക് പിന്നിൽ നിന്ന് പുഷ് ചെയ്യാൻ എപ്പോഴും ഒരാളുള്ളപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെപ്പോഴും അവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ, ഈ കാണികളുടെ കൂട്ടത്തില് അച്ഛനും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇതും കൂടി ഒന്ന് പറഞ്ഞേക്കാന്ന്. ഞാൻ +1 +2 പഠിക്കുന്ന കാലഘട്ടത്തില് ഞാൻ 1200 1200 കിട്ടണമെന്ന് വിചാരിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് എനിക്ക് 1200 തന്നെ വേണം, അത് കിട്ടിയിട്ടേ ഞാൻ അടങ്ങുമെന്നൊക്കെ വിചാരിച്ച് പഠിച്ചിരുന്ന ആളാണ്. ഈ കൂട്ടത്തിൽ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. +1 ഒക്കെ കഴിഞ്ഞപ്പം +1 എനിക്ക് തോന്നുന്നു 520 ആണെന്ന് തോന്നുന്നു ഫുൾ മാർക്ക്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. +1 ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയി നടന്നു. ഫുൾ മാർക്കൊക്കെ കിട്ടി. അപ്പൊ അതേ ധൈര്യത്തോടെ തന്നെ ഞാൻ +2 നേരിട്ടു. പക്ഷെ +2 എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് 99.5% ആയിപ്പോയി. അപ്പൊ 0.5% കുറെ പേര് ഇപ്പൊ തന്നെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അന്ന് ആ 0.5% പോയതിന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതം തന്നെ തീർന്നു പോയല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് ദൈവങ്ങളെ പഴിചാരിയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ അവർ പറയും, നിനക്ക് 99.5 കിട്ടിയതിലല്ല സന്തോഷം, പകരം 0.5 പോയതിനാണ് നിനക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അത്രയും എഫേർട്ട് ഇട്ടതിന്റെ ഒരു റിസൾട്ട് എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നത്. നിങ്ങളോട് നിങ്ങളെ അധ്യാപകരൊക്കെ പറയുന്നുണ്ടാവും, ഇന്നിരുന്ന എഫേർട്സിന്റെ റിസൾട്ട് നിങ്ങൾക്ക് നാളെ കിട്ടുന്നത്. ഇൻസ്പയർ സ്കോളർഷിപ്പിന്റെ കാര്യം എനിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പലർക്കും ഇവിടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്നവരുണ്ടാവും. അപ്പോ ഞാൻ പഠിച്ചിറങ്ങിയ കാലഘട്ടത്തില് അന്നത്തെ ഇൻസ്പയർ സ്കോളർഷിപ്പിന്റെ ഇന്ത്യയിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 99%.
99% കൂടുതലുള്ള കുട്ടികൾക്ക് ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ ക്വാളിഫൈ ചെയ്യാനുമുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തോ അന്ന് 100% പ്രതീക്ഷിച്ച് പഠിച്ചതുകൊണ്ട് 99.5% കിട്ടി. ഇന്ന് ഏകദേശം ഒരു 1.5 ലക്ഷത്തിലും മേലെ രൂപയാണ് ആ സ്കോളർഷിപ്പ് വഴി ഓരോ ഇൻസ്പയർ സ്കോളറിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നിടുന്ന എഫേർട്സ് അതിന്റെ റിസൾട്ട് ഇന്ന് തന്നെ കിട്ടണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് അതെന്തായാലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അതിലും ഒരു പടി മേലെ നിങ്ങളൊന്ന് ആഗ്രഹിക്കുക. ഞാൻ എന്റെ അവസ്ഥ പോലെ ആവരുതല്ലോ. ഞാൻ 99.5 പ്രതീക്ഷിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ 1.5 ലക്ഷം കിട്ടില്ലായിരുന്നു ഇൻസ്പയർ സ്കോളർഷിപ്പ് വഴി. അപ്പൊ 100% പ്രതീക്ഷിച്ചതുകൊണ്ട് എനിക്ക് 99.5 കിട്ടി. അപ്പോ നിങ്ങൾ എപ്പോഴും ഒരു പടി മേലെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിലും ഒരു പടി മേലെ നിങ്ങൾ ആഗ്രഹിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു പുരസ്കാരത്തിന് അതിന് അപേക്ഷിക്കാനായിട്ട് ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും സർക്കുലേറ്റ് ആയതുകൊണ്ട് എന്ത് സംശയത്തിനും എനിക്ക് അപ്പൊ തന്നെ മറുപടി വന്നുകൊണ്ടിരുന്നിരുന്നത് നമ്മുടെ ടെജി ഫാദർ ആണ്. അപ്പോ വളരെ കൂളായിട്ട് എനിക്ക് എന്തും ഒരു പേടിയും കൂടാതെ ചോദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് ഇറങ്ങുമ്പോഴും ട്രെയിന് കയറിയപ്പോഴും ഇവിടെ എത്തിയപ്പോഴും ഒക്കെ ഓരോ വിവരങ്ങളും അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നതും ഇവിടെ എത്തിയപ്പോൾ വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹമായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ടെജി ഫാദറിന് നന്ദി അറിയിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് കൂൾ ആൻഡ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാദറെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ CMIന്റെ അണ്ടറിൽ തന്നെയാണ് പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് സിൽവർ ഹിൽസിലായിരുന്നു ഞാൻ 1ാം ക്ലാസ് തൊട്ട് +2 വരെ അവിടെ തന്നെയായിരുന്നു. അപ്പൊ ഒരുപാട് അച്ഛന്മാരെ അവിടെ നിന്ന് കണ്ട് പരിചയമുണ്ട്. പിന്നീട് ദേവഗിരി കോളേജിലേക്ക് വന്നപ്പോൾ അവിടെയും ഒരുപാട് അച്ഛന്മാരെ കണ്ട് ശീലമുണ്ട്. അപ്പോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുണ്ട്. അത് ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിനോടും അതുപോലെ തന്നെ എന്റെ രക്ഷിതാക്കളോടും എന്നെ ഇതുവരെ